വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. യു എയിലേക്ക് ആദ്യമായിട്ട് ടീച്ചിങ് ജോബ് അന്വേഷിച്ച് വരുന്നവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് യു എയിലെ ടീച്ചിങ് ജോബ് ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാം, ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്നിവ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ യു എയിൽ ടീച്ചിങ് ജോബ് അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് യു എയിലെ സ്കൂളുകൾ ഇന്റർവ്യൂവിന്റെ ടൈമിൽ ചോദിക്കുന്ന ചില കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റർവ്യൂ ടൈമിൽ ചോദിക്കാൻ സാധ്യതയുള്ള പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ ആദ്യത്തേത് ടെൽ us about yourself and your teaching experience. What is your teaching philosophy? How do you handle classroom behavior management and discipline? How do you assess student learning and track progress? What strategies do you use to encourage and motivate students? How do you work with colleagues and parents to support students? Do you have any questions for us about the school or the position? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് യു എയിലെ സ്കൂളുകളിൽ ഇന്റർവ്യൂസിന്റെ ടൈമിൽ ചോദിക്കുന്ന പൊതുവായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഇവയ്ക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ ചോദ്യം തന്നെ എടുക്കാം. ടെൽ us about yourself and your teaching experience. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ എന്നിവ അറിയാൻ വേണ്ടിയാണ്. ഈ ഉത്തരം വെച്ച് നിങ്ങൾ ഈ കറണ്ട് സ്കൂളിലെ ടീച്ചിങ് പൊസിഷന് സ്യൂട്ടബിൾ ആണോ എന്ന് HR-ന് അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കും ഞാൻ ഇതിന് എങ്ങനെയാണ് നല്ല രീതിയിൽ ആൻസർ ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്ക്രീനിൽ ഇപ്പം കുറച്ച് ടിപ്സ് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും പല സ്കൂളുകളും ഈ ചോദ്യം തന്നെ ആയിരിക്കും ആദ്യം നിങ്ങളോട് ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യന് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് ബെറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ക്വസ്റ്റ്യന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ടിപ്സുകൾ വായിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അത് കാഷ്വൽ ആയിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂവറിനെ ഇത് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുകയും നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ മറ്റു ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനും സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പിൾ ആൻസർ ഈ ക്വസ്റ്റ്യന് വേണ്ടി ഇവിടെ പറയാം. അപ്പം ഈ സാമ്പിൾ ആൻസർ ഞാൻ രണ്ട് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒന്ന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനും, രണ്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറാണ്. അങ്ങനെയുള്ളവർക്കും രണ്ട് പെർസ്പെക്റ്റീവിൽ വേണം ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട്. നമ്മൾക്ക് ഈ ചോദ്യത്തിന്റെ റെസ്പോൺസ് ആയിട്ട് പറയുന്ന ഉത്തരം ഒന്ന് കേട്ടു നോക്കാം. Good morning. My name is Varun Kumar and I have over 10 years of experience teaching science, particularly physics and chemistry, to middle and high school students. For the past 7 years, I have been teaching at Talk H Public School in Ernakulam, where I also served as the head of the science department. At Talk H, I focused on hands-on learning by incorporating experiments, demonstrations, and technology into my lessons to make scientific concepts engaging and relatable. For example, I introduced project-based learning initiatives where students built simple models to understand real-world applications of physics principles. Before Talk H, I worked at St. Thomas Residential School in Thiruvananthapuram, where I prepared students for competitive exams like NTSE and Olympiads. I've also conducted workshops for teachers on integrating STEM into the curriculum. I am passionate about fostering curiosity and critical thinking in my students, and I'm eager to continue helping them develop a strong foundation in science that prepares them for future challenges. Good morning. My name is Neha Rajan, and I recently completed my Bachelor of Education degree in Science from Calicut University.
My specialization is in biology and chemistry, and during my training, I had the opportunity to intern at Bharatiya Vidya Bhavan School in Kochi and Al Azhar Public School in Kochi. At Bharatiya Vidya Bhavan, I taught basic biology to middle school students using interactive techniques like visual aids and group discussions to help them understand complex topics. At Al Azhar, I introduced simple experiments in chemistry classes to make the lessons more engaging and hands on. Although I'm a fresher, I bring a lot of enthusiasm and fresh ideas to the classroom. I believe in making science fun and accessible for students, and I enjoy finding creative ways to connect textbook knowledge with real life applications. I'm excited to begin my teaching journey and look forward to inspiring curiosity and a love for science in my students. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ചോദ്യമായിരുന്നു, വാട്ട് ഈസ് യുവർ ടീച്ചിങ് ഫിലോസഫി? ഈ ചോദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ നിങ്ങളോട് ചോദിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ നൽകുന്ന ആൻസറിലൂടെ ഇന്റർവ്യൂവർക്ക് നിങ്ങളുടെ ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് UAE മിക്കവാറും സ്കൂളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങളുടെ ടീച്ചിങ് ഫിലോസഫി എന്താണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുന്നിൽ ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ക്വസ്റ്റ്യന്റെ ഒരു സാമ്പിൾ ആൻസർ നമുക്ക് കേട്ടു നോക്കാം. My teaching philosophy centers on the belief that every student has the potential to succeed given the right environment and support. I aim to create a classroom where students feel safe, respected, and motivated to learn. I focus on making learning meaningful by connecting lessons to real-life situations and encouraging critical thinking. Differentiated instruction is at the core of my approach, as I strive to meet each student's individual needs and learning styles. Ultimately, I see myself as a facilitator of learning, guiding students to discover and develop their strengths while also teaching them to embrace challenges as opportunities to grow. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ ഡു യു ഹാൻഡിൽ ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെന്റ് ആൻഡ് ഡിസിപ്ലിൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഇന്റർവ്യൂവർ അറിയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ല്, നിങ്ങളുടെ ലീഡർഷിപ്പ് എബിലിറ്റീസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നിവയാണ്. ഈ ക്വസ്റ്റ്യന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സാമ്പിൾ റെസ്പോൺസ് കേട്ടിരിക്കണം. അതായത് ഈ ക്വസ്റ്റ്യന് ഒരു ആൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നതിന്റെ ഒരു സാമ്പിൾ റെസ്പോൺസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. I believe in proactive classroom management. Building strong relationships with students and setting clear expectations from the beginning are key. I create a positive classroom environment by reinforcing good behavior with praise and recognition. When addressing misbehavior, I focus on understanding the root cause and addressing it constructively. I use strategies like one-on-one conversations, providing choices, and implementing restorative practices to help students learn from their mistakes. For example, in one instance, I had a student who frequently disrupted class. After speaking privately with them, I learned that they were struggling with a personal issue. By working together to set small goals, their behavior improved significantly over time. Consistency and empathy are crucial in maintaining discipline and fostering a positive learning atmosphere. ഞാനിപ്പോൾ നിങ്ങൾക്ക് 3 സാമ്പിൾ റെസ്പോൺസുകൾ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള ചോദ്യങ്ങൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു ഹോംവർക്ക് പോലെ നിങ്ങൾ കണ്ട് നിങ്ങൾ സ്വയം ഈ ക്വസ്റ്റ്യന് ഒരു റെസ്പോൺസ് തയ്യാറാക്കാൻ ശ്രമിക്കുക.
നിങ്ങളൊരു റെസ്പോൺസ് തയ്യാറാക്കിയ ശേഷം അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഒരു മിറർ ഉണ്ടെങ്കിൽ ആ മിറർ എടുത്ത് വെച്ചതിന് ശേഷം ആ മിററിന് മുൻപിൽ നോക്കി ഇതിന് റെസ്പോൺസ് സംസാരിച്ച് പഠിക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം റെക്കോർഡിംഗ് ഓൺ ആക്കുക. റെക്കോർഡിംഗ് ഓൺ ആക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സാമ്പിൾ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നിങ്ങൾ തയ്യാറാക്കുക. ഈ തയ്യാറാക്കിയ റെസ്പോൺസ് നിങ്ങൾ സ്വയം പറഞ്ഞ് നോക്കുക. അതിനുശേഷം ഈ റെക്കോർഡിംഗ് ഓഫ് ആക്കി നിങ്ങൾ സ്വയം ആ റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കുക. എപ്പോഴും നമ്മൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ റെക്കോർഡിംഗ് കേട്ട് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഒഴിവാക്കി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് വെച്ച ഉത്തരം കാണാതെ പഠിക്കരുത്. കാരണം ഇന്റർവ്യൂ എപ്പോഴും ഒരു കാഷ്വൽ ടോക്കാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളിനോട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കാഷ്വൽ ആയിട്ട് പറയുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഭാഷയിൽ വേണം സംസാരിക്കാൻ. അല്ലാതെ ഒരിക്കലും കാണാതെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നത് പോലെ ആകരുത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നേരത്തെ സാമ്പിൾ റെസ്പോൺസ് കാണിക്കാത്ത മറ്റ് ക്വസ്റ്റ്യനുകളുടെ സാമ്പിൾ റെസ്പോൺസിന്റെ ഒരു ഓഡിയോ ഫയല് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഓഡിയോ ഫയല് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും അത് കോപ്പി ചെയ്യരുത്. കാരണം ഈ സെയിം റെസ്പോൺസ് തന്നെ പല ആൾക്കാരും കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു റെസ്പോൺസ് കേട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുക. അത് കണ്ടെത്തി വേണം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടീച്ചിങ് ജോബ് ഇന്റർവ്യൂസിന് കുറച്ചുകൂടി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അത് വേറൊരു പാർട്ട് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.